തിരകളോട് പൊരുതി ജീവിച്ചൊരു മീൻപിടുത്തക്കാരൻ, കൈകളിൽ വലയും ഹൃദയത്തിൽ ഒരറിയാത്ത തിരച്ചിലുമായി നിന്നവനെ എന്നെ അനുഗമിക്കുക എന്നുള്ള വിളിയാൽ ശിഷ്യന്മാരിൽ മുൻപന്തിയിലേക്ക് മലകളുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് വഴിമാറ്റുകയാണ്. വിശ്വാസത്തിൻ്റെ തീയിൽ നടന്നവൻ സർവശക്തനോടൊപ്പം കടലിൻ്റെ മുകളിലൂടെ ഒരുമിച്ച് ചുവടുവെച്ചതായ ധൈര്യത്തെ കാണിച്ചവൻ ദുർബലതയുടെ നിമിഷത്തിൽ അവൻ പോലും വീണു പോവുകയാണ്. ചേർത്ത് നിർത്തിയ നാഥനെ 3 പ്രാവശ്യം നിഷേധിക്കുകയാണ്. എന്നാൽ അവൻ്റെ മഹത്വം വീഴ്ചയിലല്ലായിരുന്നു, കണ്ണുനീരിൽ പിറന്നതായ ഒരു പശ്ചാത്താപത്തിലായിരുന്നു. ആ കണ്ണുനീർ അവനെ വീണ്ടും ഒരു വലിയ പാറയാക്കുകയാണ്, സഭയുടെ അടിത്തറയാക്കി മാറ്റുകയാണ്. പത്രോസ് നമ്മോട് പറയുന്നതായ ഒരു വലിയ സത്യമുണ്ട്. ദൈവം തിരഞ്ഞെടുക്കുന്നത് പരിപൂർണതയല്ല, മാറാൻ തയ്യാറുള്ളതായ ഹൃദയങ്ങളെയാണ്. ഈ തപസ്സിൻ്റെ യാത്രയിൽ എവിടെയോ വീണതിൻ്റെ പിന്നാലെ പോയി കുടുങ്ങിക്കിടക്കാതെ എഴുന്നേറ്റ് പശ്ചാത്താപത്തോടെ മുന്നോട്ട് പോകുവാൻ, സഭയെ പണിയുവാൻ നമുക്ക് യാത്ര തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.